നമസ്കാരം, എല്ലാവർക്കും ഗാപ്പിസ്ഫിയറിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. അഗ്ലോണിമ കലാത്തിയ ചെടികൾ നല്ല രീതിയിൽ ബുഷിയായി നിൽക്കാനും അതിൻ്റെ ഇലകൾ നല്ല കളറോട് നിൽക്കാനും ഏറ്റവും പ്രധാനം അതിൻ്റെ പോട്ടിംഗ് മിക്സാണ്. ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ജൈവ രീതിയിലുള്ള പോട്ടിംഗ് മിക്സാണ്. യാതൊരു കെമിക്കലുകളും പോട്ടിംഗ് മിക്സിൽ ചേർക്കാറില്ല. അതുപോലെ പിന്നീട് ചേർക്കുന്ന വളങ്ങളിലായാലും കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാറില്ല. ഓർഗാനിക് വളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ്, പിന്നെ കെയറിങ്, പിന്നെ ഒരു അഗ്ലോണിമ ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ്, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗാബിസ്ഫീൽഡിൻ്റെ സിറ്റ് ഔട്ടിലിരിക്കുന്ന അഗ്ലോണിമ കലാത്തിയ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്ക്, കലാത്തിയ റാറ്റിൽ സ്നേക്കാണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കലാത്തിയ പിൻ സ്ട്രിപ്പ്, അത് അഗ്ലോണിമ ലെമൺ, ഇത് അഗ്ലോണിമ തന്നെ ഗ്രീൻ കോബ്ര, പിന്നെ ഇത് കലാത്തിയ ദോത്തി. ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഒബ്രിഫോളിയ, കലാത്തിയ ഒബ്രിഫോളിയാണ്. ആ വലിയ ഇലകളൊക്കെ ആയിട്ട് വരുന്നതാണ് ഒബ്രിഫോളിയ. ബിഗോണിയാണ്. പിന്നെ ഇത് കലാത്തിയ മെഡാലിനാണ് ഇത് ഈ കാണുന്നത്. താഴെ കാണുന്നത് അഗ്ലോണിമ കൊച്ചിൻ ബീച്ചാണ് താഴെ കാണുന്നത്. ഇത് റൈസ് ലീഫ്, അഗ്ലോണിമ തന്നെ റൈസ് ലീഫ്, അത് ബുഷിയായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് സിൻഡർല, അഗ്ലോണിമ സിൻഡർല, അതുപോലെ സ്റ്റാർ ഡസ്റ്റ്, അതൊക്കെ ഇനി ബുഷിയാകാനുണ്ട്, ഇത് വരുന്നേ ഉള്ളൂ. ഈ കാണുന്നത് ഫിലോഡോണ്ടറിൽ പെട്ടതാണ്, പച്ച. ഇനി നമുക്ക് നേരെ പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു പോട്ട് നിറച്ച് ഗാർഡൻ സോയിലാണ് എടുത്തേക്കുന്നത്. ഈ ഗാർഡൻ സോയിൽ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അഗ്ലോണിമ കലാത്തിയ അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ പശവശപ്പ് ഇല്ലാത്ത, അതായത് കളിമണ്ണി പെടാത്ത ഗാർഡൻ സോയിലായിരിക്കണം എടുക്കേണ്ടത്. നമ്മൾ വെള്ളം ഒഴിച്ചാൽ കട്ട ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. ഇതിൻ്റെ ഇത്രയും തന്നെ എടുത്തിരിക്കുന്നത് കരിയില കമ്പോസ്റ്റാണ്. കരിയില കമ്പോസ്റ്റ് ആകുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ പോട്ടിംഗ് മിക്സിൽ കിട്ടും. മാത്രമല്ല ഈ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും തന്നെ കരിയില പൊടിഞ്ഞ കമ്പോസ്റ്റിൽ ഉണ്ട്. ഇത് കരിയില പൊടിഞ്ഞ കമ്പോസ്റ്റാണ്. പിന്നെ പോട്ട് മീഡിയത്തിൽ ആവശ്യമായ ഹ്യൂമിഡിറ്റി നിലനിർത്തി, ഈർപ്പത്തിൻ്റെ അംശം നിലനിർത്താൻ കരിയില കമ്പോസ്റ്റ് വളരെ നല്ലതാണ്. അത് ചാണകപ്പൊടിയാണ്. നിഴലിലുണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം. അത് ഈ കരിയില കമ്പോസ്റ്റിൻ്റെ അത്രയും തന്നെ വേണമെന്നില്ല. ഈ മണ്ണെടുക്കുന്നതിൻ്റെ അത്രയും തന്നെ, അതിൽ കുറച്ച് താഴെയായിട്ട് നിർത്തിയാൽ മതി ചാണകപ്പൊടി. പിന്നെ എടുക്കേണ്ടത് കുറച്ച് വേപ്പും പിണ്ണാക്ക്, നല്ല വേപ്പും പിണ്ണാക്ക് തന്നെ എടുക്കണം. വേപ്പും പിണ്ണാക്ക് ഇടുമ്പോൾ ഈ കീടങ്ങളൊന്നും ഉണ്ടാവില്ല, ഫംഗസ് ബാധ ഒന്നും വേരുകൾക്ക് പിടിപെടില്ല ഈ വേപ്പും പിണ്ണാക്ക് ഉണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് കരിയില കമ്പോസ്റ്റ് പ്രിപ്പയർ ചെയ്തായിട്ടില്ലെങ്കിൽ അവിടെ അതിന് പകരമായിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്താണെന്നും പറഞ്ഞാണ് ലേബലിലുണ്ടെങ്കിലും ഒന്നുകൂടി അത് നല്ല രീതിയിൽ പെട്ടെന്ന് വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് എടുക്കണം. എന്നാലും അതിൽ ഈ ചകിരിച്ചോറിൽ ഒരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും, സാൾട്ട്. ആ ഉപ്പിൻ്റെ അംശം പൂർണ്ണമായിട്ട് പോയിട്ടില്ലെങ്കിൽ ഈ കലാത്തിയ അഗ്ലോണിമ ചെടികൾക്കൊക്കെ അത് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ചകിരിച്ചോറ് നമുക്ക് കിട്ടുന്ന ചകിരിച്ചോറ് ട്രീറ്റഡ് ആണെങ്കിലും ഒന്നുകൂടി വാഷ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം. പിന്നെ ചകിരിച്ചോറ് ഇടുമ്പോൾ കുറച്ച് വെർമി കമ്പോസ്റ്റും കൂടി ചേർക്കണം. ചകിരിച്ചോറിൻ്റെ പകുതി, ചകിരിച്ചോറിൻ്റെ അത്ര വെർമി കമ്പോസ്റ്റും കൂടി ചേർക്കുമ്പോൾ നല്ലതാണ്. ഇനി നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാം.
ബാക്കിയുള്ളത് ചേർക്കുക. ഒമ്പത് ഇഞ്ച് വലിപ്പമുള്ള പോട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഹോളൊക്കെ ഇട്ടിട്ടുള്ള പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പെർലൈറ്റ് ചേർത്തിട്ടില്ല. പെർലൈറ്റ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പെർലൈറ്റിൽ ഈ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. ഫ്ലൂറൈഡ് അപ്പം നമ്മൾ ഈ പാക്കറ്റിൽ പെർലൈറ്റൊക്കെ മേടിക്കുമ്പോൾ അത് പൊട്ടിക്കുന്ന സമയത്തും നമ്മൾ ഇതിലേക്ക് ഇടുന്ന സമയത്തൊക്കെ അതിൻ്റെ പൊടി വളരെ നൈസ് പൊടിയാണ്. ആ നൈസ് പൊടി ശ്വസിക്കുന്നത് അവരുടെ ശ്വാസം മുട്ട്, അതിലെ കണ്ണിന് ഇറിറ്റേഷൻ, അലർജി ഒക്കെ ഉള്ളവർക്ക് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് പെർലൈറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ പെർലൈറ്റിനും പകരം ഈ പറഞ്ഞ കരിയില കമ്പോസ്റ്റ് നന്നായിട്ട് ചേർക്കുമ്പോൾ പെർലൈറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ മിക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ 9 ഇഞ്ച് പോട്ട്, 9 ഇഞ്ച് കുറയാത്ത പോട്ടായിരിക്കണം. 10 ഇഞ്ച് ആയാലും നല്ലത് തന്നെ. കാരണം ഈ ചെടി വളരുന്നതിനും പിന്നെ പുതിയ ഷൂട്ടുകളൊക്കെ മുളക്കുന്നതിനും നല്ല രീതിയിൽ സ്പേസ് ഉണ്ടാകണം. പോട്ട് മിക്സ് കുറവായാൽ ചെടികൾക്ക് വളങ്ങൾ അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ വളമൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അതനുസരിച്ച് ഷൂട്ട് ഒക്കെ കുറയും. അപ്പോൾ പോട്ട് മിക്സ് നന്നായിട്ട് ഉൾക്കൊണ്ടാലേ അതിൽ വളമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാനും വേര് തിങ്ങാനും പാടില്ല, നല്ല രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ ചെറിയ കല്ലുകൾ ഇടുന്നുണ്ട്. പോട്ട് മിക്സ് ഇതിലേക്ക് നിറയ്ക്കുകയാണ്. ഈ അഗ്ലോണിമ ചെടികളൊക്കെ നടുമ്പോൾ പകുതി പാകത്തിൽ കുറയാണ്ട് പോട്ട് മിക്സ് ആദ്യം നിറക്കുക. കലാത്തിയക്കും അത് തന്നെ. കലാത്തിയക്കും അഗ്ലോണിമക്കും പോട്ട് മിക്സ് എല്ലാം സെയിം ആണ്. കെയറിങ്ങിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. അത് ഞാൻ പറയാം. ഇത് ഓറഞ്ച് സ്റ്റാർട്ടസ്റ്റാണ്. ഇത് ഒന്ന് വെച്ച് നോക്കുക, കുഴപ്പമില്ല. നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോട്ട് മിക്സ് നിറക്കുമ്പോൾ ഈ ഭാഗത്തിലേക്ക് മുകളിലേക്ക് നിറക്കരുത്. ഇവിടെ മരയാണ് ഇപ്പോൾ ഇതിന് ഈ ലെവലുണ്ട്. അപ്പോൾ ഈ ലെവലിൽ തന്നെ അടുത്ത പോട്ട് മിക്സ് നിന്നാൽ മതി, വേണ്ട. പിന്നെ മുകളിലേക്ക് വന്നാൽ ഈ ഇലകളുടെ തണ്ടുകൾ ഇതൊക്കെ വളരെ നൈസായതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ട് ഈ വേരുകളൊന്നും ഇതൊന്നും അനക്കം തട്ടാതെ നേരെ വെച്ച് നോക്കുക. ഇപ്പോൾ ഈ ലെവലായിട്ടുണ്ട്. അധികം താന്നും പോകരുത്, പൊങ്ങിയും പോകരുത്. കാരണം പിന്നീട് ഈ തണ്ട് മുറിക്കുന്നതനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ വളവും കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ട് പിന്നീട് ടോപ്പപ്പ് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ഈ പറഞ്ഞ പോട്ട് മിക്സ് ഇറക്കാം. പോട്ടിങ് കഴിഞ്ഞ ഉടനെ കുറച്ച് വെള്ളം ഇലകളിലും താഴെയൊക്കെ ആയിട്ട് ഒഴിക്കുക. പോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അഗ്ലോണിമയുടെ കെയറിങ് പറയാം. അത് കഴിഞ്ഞിട്ട് കലാത്തിയുടെ കെയറിങ് പറയാം. ഇപ്പോൾ അഗ്ലോണിമക്ക് നേരിട്ട് വെയിലടിക്കരുത്. സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ വേണം ആ സ്ഥാനം വെച്ചേക്കാനായിട്ട്. പിന്നെ വെള്ളം ഒഴിക്കേണ്ടത് ഡ്രൈ ആകുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം ഇതിൽ ഇപ്പോൾ കരിയില കമ്പോസ്റ്റൊക്കെ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം അതിൻ്റെ വളം കിട്ടുന്നതിന് മാത്രമല്ല, നല്ലതായിട്ട് ഡ്രെയിനേജ് ചെയ്ത് പോകണം. ഒഴിക്കുന്ന വെള്ളം ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഡ്രെയിൻ ചെയ്ത് പോകണം. എന്നാൽ അത് ഈർപ്പം നിലനിർത്തുകയും ചെയ്യണം. അതാണ് കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി മൂലകങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ചാണകപ്പൊടിയൊക്കെ ചെന്നേക്കണമുണ്ട്. ഇപ്പോൾ പോട്ടിങ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് ഇതിന് വളമൊന്നും ഇനി പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റാണ് ഏറ്റവും നല്ലത്. ഒപ്പം കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക.
പിന്നെ ഇതിന് ഷൂട്ട് അതനുസരിച്ച് വന്നോളും. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ പുതിയ ഷൂട്ടൊക്കെ വരും. അപ്പോൾ ഇത്രയുമാണ് അഗ്ലോണിമ. വേറെ കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കരുത്. കെമിക്കൽ വളങ്ങളൊക്കെ കൊടുത്താൽ ആദ്യം കുറച്ച് ഇലകളൊക്കെ 1-2 ഇലകളൊക്കെ നന്നായിട്ട് പോയെങ്കിൽ പിന്നെ അത് ഈ പോട്ടിമിസ് ചട്ടിയിൽ കൊള്ളുന്ന പോട്ടിമിസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ചട്ടിയിൽ പോട്ടിമിസ് അസിഡിറ്റി ആയിട്ട് മാറും. അത് pH വാല്യൂ ഒക്കെ അത് തെറ്റി അസിഡിറ്റിയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ ഈ അധികം നാൾ നിൽക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പോവുകയും ചെയ്യും. വിഷയാകാൻ നിൽക്കുമ്പോൾ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കരുത്. ജൈവ വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ മാത്രമായിട്ട് കൊടുക്കുക. ഇനി കലാത്തിയയിലേക്ക് പോകാം. കലാത്തിയ കുറച്ചും കൂടിയൊക്കെ മഴ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. മഴ കൊള്ളുന്ന രീതിയിൽ കലാത്തിയ വെക്കാം. കലാത്തിയക്ക് ഈ പറഞ്ഞ നനവ് കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ വെള്ളം കെട്ടി വയ്ക്കരുത്. പോട്ടിമിസ് കുഴവഴാന്ന് ആകരുത്. ഡ്രെയിൻ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള പോട്ടിമിസൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് ഡ്രെയിൻ ചെയ്ത് പൊക്കോളും. വളമാണെങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു പുതിയ ചെടി റിപ്പോർട്ട് ചെയ്താൽ ഇതുപോലത്തെ ഈ വലിപ്പത്തിലുള്ള തൈകളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ഒരു 3 മാസത്തേക്ക് പിന്നെ വളം ചേർക്കണം. കാരണം പോട്ടിമിസിൽ ആദ്യം തന്നെ കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടി, വേപ്പ് മണ്ണൊക്കെ ചേർക്കുന്നുണ്ട്. അതിനാവശ്യമായ മൂലകങ്ങൾ 3 മാസത്തേക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. പിന്നീട് 3 മാസം കഴിയുമ്പോഴാണ് അതിലേക്ക് ഈ പറഞ്ഞ കരിയില കമ്പോസ്റ്റ്, കുറച്ച് വെർമി കമ്പോസ്റ്റ് കിട്ടണമെങ്കിൽ അതും ഇടാം. ചാണകപ്പൊടി അതൊക്കെ കൊടുത്താൽ മതി. നന്നായിട്ട് എല്ലാ ദിവസവും അഗ്ലോണിമേനെ അപേക്ഷിച്ച് കൂടുതൽ കുറച്ച് നന കൂടുതൽ ആവശ്യമുള്ള ചെടി തന്നെയാണ്. പിന്നെ ഈ കലാത്തിയൊക്കെ പൊതുവെ കാണുന്നത് ഈ ഇല ഇങ്ങനെ കരിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. ഇല കരിയണതിൻ്റെ പ്രധാന കാരണം വളം കൂടിപ്പോയാൽ ഇല കരിയാറുണ്ട്. പിന്നെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടിയാലും ഇത് നിൽക്കുന്ന സ്ഥലത്ത് ചൂട് കൂടുതൽ, മുകളിൽ നിന്നുള്ള ചൂട്, വെയിലടിച്ചില്ലെങ്കിലും ചൂട് കൂടുതൽ പൊതുവെ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിലും ഇല കരിയും. പിന്നെ രാസവളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ മണ്ണിൻ്റെ pH വ്യത്യാസം വന്ന് അസിഡിറ്റിയിലേക്ക് പോയാൽ ഈ പറഞ്ഞ ഇല കരിയും. മണ്ണ് അസിഡിറ്റിയിലേക്ക് മാറിയാൽ വേരുകൾക്ക് വളം വലിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയും ഈ ഇലകൾ കരിഞ്ഞു പോകും. അഗ്ലോണിമ കലാത്തിയ ചെടികളൊക്കെ ഈ രീതിയിൽ കെയറിങ് കൊടുക്കുകയാണെങ്കിൽ, അതായത് കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജൈവ വളങ്ങളും മാത്രം കൊടുക്കുക. പോട്ടമിസിനായാലും പിന്നീട് കൊടുക്കുന്ന വളത്തിലായാലും ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ മാത്രം കൊടുത്ത് ആവശ്യത്തിന് വളം മാത്രം കൊടുക്കുക. കൂടുതൽ വളം കൊടുത്താലാണ് ഇലകളൊക്കെ കരിയുന്നത്, അല്ല തണ്ടൊക്കെ അഗ്ലോണിമയുടെ ഒക്കെ പഴുത്തൊക്കെ പോകുന്നത്. വളം കൂടുമ്പോഴും ആണ്. പിന്നെ ഈ സൺലൈറ്റിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. വെയിൽ നേരിട്ടടിക്കാത്ത രീതിയിലൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്നും ബുഷിയായിട്ട് കലാത്തിയ പ്ലാന്റും അഗ്ലോണിമയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ